ഹലോ ഗെയ്സ്, അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രം പറയാനുണ്ടായിരുന്ന KSRTC ഇപ്പം റെക്കോർഡ് കളക്ഷനുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഞാനൊരു ന്യൂസ് പ്ലേ ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. പ്രതിദിന വരുമാനത്തിൽ റെക്കോർഡിട്ട് KSRTC തിങ്കളാഴ്ച മാത്രം ലഭിച്ചത് 10.13 കോടി രൂപയാണ്. സലാം പേദ്രോസ് ചേരുന്നു. സലാം, KSRTCയെ സംബന്ധിച്ചിടത്തോളം, ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം, പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം, പിന്നെ സ്ഥാപനത്തെ മൊത്തം സംബന്ധിച്ച് സന്തോഷിക്കാവുന്ന, മന്ത്രിക്കടക്കം സന്തോഷിക്കാവുന്ന ഒരു വരുമാനമാണ്. അതാണ് അബ്ജോദ്. ഏറെ പഴയ കേട്ട ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് KSRTC. ഒരിക്കലും നന്നാവില്ല എന്നവരെ വിധേയതി ആളുകൾ കളിയാക്കുന്ന, ആനുവണ്ടി എന്നെല്ലാം വിളിച്ച് കളിയാക്കുന്ന ഒരു സ്ഥാപനം. ഈ സ്ഥാപനമാണ് ഇന്നലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇന്നലെ ലഭിച്ച കളക്ഷൻ 10,13,00,000 രൂപയാണ്. അതായത് ഓണം അവശേഷമുള്ള ആദ്യ ദിവസമായിരുന്നു. ഈ ദിവസമാണ് ഇത്രയും വരുമാനം കിട്ടിയിരിക്കുന്നത്. മുമ്പ് ശബരിമല സീസണിൽ വരെ പരമാവധി കിട്ടുന്നത് 9.6 കോടിയായിരുന്നു. അവിടെ നിന്നാണ് ഈ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയധികം റെക്കോർഡ് കളക്ഷൻ കിട്ടിയിരിക്കുന്നത്. ഇതിന് പക്ഷേ ഇത് വെറുതെ പെട്ടെന്ന് കിട്ടിയതല്ല, ഒരുപാട് മാസത്തെ അധ്വാനത്തിന്റെ ഫലമാണെന്നാണ് KSRTC മാനേജ്മെന്റ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി അവർ ചൂണ്ടിക്കാട്ടുന്നത്, മുമ്പ് ശരാശരി 1000 ബസ്സെങ്കിലും കട്ടപ്പുറത്ത് കിടക്കുമായിരുന്നു. കേടുവന്നാൽ, തകരാറ് വന്നാൽ എളുപ്പം പരിഹരിക്കില്ല, അത് മാസങ്ങളോളം വർഷങ്ങളോളം കിടക്കും. ആ ഒരു പതിവ് മാറ്റി കഴിഞ്ഞ മാസങ്ങൾ കൊണ്ട് പടിപടിയായി ഇത്തരത്തിൽ കട്ടപ്പുറത്ത് കിടക്കുന്ന പറന്നുയരുന്ന പക്ഷിയെ പോലെ നഷ്ടങ്ങളുടെ കണക്കുകൾ മാറ്റിവെച്ച് KSRTC മുന്നോട്ട് കുതിക്കുകയാണ്. അത് KSRTCക്കും അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും നല്ലൊരു ഗുണകരമാവട്ടെ. പ്രോഫിറ്റിലോട്ട് നല്ല രീതിക്ക് വരണം. സ്റ്റാഫുകൾക്കൊക്കെ കൃത്യസമയത്ത് മറ്റുള്ള ഗവൺമെൻറ് ജോലിക്കാരെ പോലെ തന്നെ കറക്റ്റ് സമയത്ത്, കൃത്യമായ സമയത്ത് അവർക്കുള്ള ജോലി ചെയ്യുന്നതിനുള്ള കാശും അവർക്ക് കൃത്യസമയത്ത് കിട്ടണം. അങ്ങനെ ഒരു നിലവാരത്തിലോട്ട് എത്രയും പെട്ടെന്ന് KSRTC എത്തട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. അതേപോലെ തന്നെ ഈ ഒരു നേട്ടം കൈവരിച്ചതിന് പ്രാധാന്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറിനും അതിന് ബാക്കി സപ്പോർട്ടായി നിന്ന ബാക്കി എല്ലാ ഉദ്യോഗസ്ഥർക്കും ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ. കുറേ അധികം അവർ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. പുതിയ റൂട്ടുകൾ ഷെഡ്യൂൾ ചെയ്തു, എന്താ പറയുക, കുറേ മാക്സിമം മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഫെയർ, ലോങ് ഡിസ്റ്റൻസ് ബസ്സിൻ്റെയൊക്കെ ഫെയറിനകത്ത് അതിനനുസരിച്ചുള്ള ചേഞ്ചസ് കൊണ്ടുവന്നു. മുമ്പൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, പലപ്പോഴും അതായത് ആ ഒരു റൂട്ടിൽ തന്നെ 3-4 ബസ്സുകളൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും കാലിയടിച്ച്. പിന്നെ എങ്ങനെയാണ് ഇപ്പം നഷ്ടം വരുന്നത്? ഒരു ടൈം ക്രമമൊന്നും ഇല്ലായിരുന്നു ചില സമയത്ത് നമ്മൾ എത്ര വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എത്ര മണിക്കൂർ നിന്നാലും ആ ഭാഗത്തൂടെ ബസ് വരത്തില്ല. ഇപ്പോഴും എനിക്കൊന്ന് സർവീസുകളൊക്കെ കുറച്ചും കൂടെ ക്രമമായിട്ട് ഒരു ഷെഡ്യൂളൊക്കെ ചെയ്ത് മൊത്തത്തിലൊരു സെറ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് സമ്മതിക്കണം കേട്ടോ, ആ ഒരു മന്ത്രിയുടെ ഇനിഷ്യേറ്റീവ് ഒക്കെ. പിന്നെ പല കാര്യങ്ങളും പുതിയതായിട്ട് കൊണ്ടുവരും. അതിനകത്ത് ഇപ്പം എല്ലാം വിജയിക്കണമെന്നില്ല, കുറേയൊക്കെ ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. എന്നാലും ഒരു 10 കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പം 4 നെഗറ്റീവായിട്ട് പോയാലും ബാക്കി 6 വിജയിച്ചു കഴിഞ്ഞാൽ അതൊരു KSRTC എന്നൊരു സംഭവത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് സംഭവിക്കുന്നത്. നമ്മൾ ഈ ഇടയ്ക്ക് ഒരു വാർത്തയും കൂടെ കേട്ടു, സാലറി കറക്റ്റ് സമയത്ത് 1-ാം തീയതി തന്നെ കിട്ടി, എല്ലാവർക്കും കൊടുത്തു എന്നുള്ളത്. ചിലവർക്കൊക്കെ പെട്ടെന്ന് നോക്കുമ്പോൾ ഇതെന്ത്, പിന്നെ പണി ചെയ്ത് കഴിഞ്ഞാൽ സാലറി വേണ്ടേ? പക്ഷെ മുമ്പ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇവർക്ക് സാലറി എപ്പോഴും കിട്ടുമെന്ന് ആർക്കും അറിയാത്ത ഒരു സാഹചര്യമായിരുന്നു നിലയിൽ നിന്നത്. ഈ KSRTC വർക്ക് ചെയ്യുന്ന ഇപ്പോൾ ഡ്രൈവർ ആയിക്കോട്ടെ, കണ്ടക്ടർ ആയിക്കോട്ടെ, ഇവർക്ക് ഇപ്പോൾ ഒരു ലോണോ അങ്ങനത്തെ ഒരു പേഴ്സണൽ ആവശ്യത്തെ എന്തുമായിട്ട് പോയി കഴിഞ്ഞാൽ അവരൊരു മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥയിലായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം ബാങ്കുകാരും അവർ ആ ഒരു ലോൺ കൊടുക്കാൻ വേണ്ടി എടുക്കത്തില്ല. കാരണം ഇവർക്ക് എപ്പോഴാണ് സാലറി വരുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ നോർമലി ബാങ്കുകൾക്ക് എല്ലാം ഇപ്പോൾ 5-ാം തീയതി അല്ലെങ്കിൽ 10-ാം തീയതി, മാക്സിമം 10-ാം തീയതി ഒക്കെ ആയിരിക്കും. അതിനകത്തായിരിക്കും പല ലോണുകളും എടുത്തു കഴിഞ്ഞാൽ അതിന്റെ EMI വരുന്നത്. പക്ഷെ ഇവർക്ക് 1-ാം തീയതി വരുമോ ഇല്ല, 5-ാം തീയതി വരുമോ ഇല്ല, 10-ാം തീയതി വരുമോ ഇല്ല, 15-ാം തീയതി വരുമോ. ചിലപ്പോൾ ആ മാസം തന്നെ സാലറി വരാത്ത സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ട്. അതായത് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അതായത് എൻ്റെ സെയിം ഏജ് അല്ല, കുറച്ച് പ്രായമുള്ള പരിചയത്തിലുള്ളൊരു ചേട്ടൻ. ആ ചേട്ടൻ ആ ഒരു ഇടയ്ക്ക് സമയത്ത് ആ ഒരു മാസമേ പൈസ ഒന്നും കിട്ടത്തില്ല. സെപ്പറേറ്റ് പിന്നീട് വേറെ എവിടെ നിന്നോ കടം വാങ്ങിച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് റോൾ ചെയ്ത്. ആലോചിച്ച് നോക്കി. അതായത് വർക്ക് ചെയ്തിട്ടാ, ഒരു മാസം ഫുള്ളും വർക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് മന്ത് ആയപ്പോൾ ആ സാലറി വരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ, അതിൻ്റെക്കാട്ടും കൊടൂരമായിട്ട് അവസ്ഥകളിലൊക്കെയാണ് KSRTC കടന്നു പോയിക്കൊണ്ടിരുന്നത്. ലോൺ കിട്ടത്തില്ല, അങ്ങനത്തെ ഒരു ഒരു സർക്കാർ ജോലിയിൽ നിന്നായിട്ട് പോലും എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു വിലയില്ലാത്തൊരു അവസ്ഥയായിരുന്നു ഈ KSRTC എന്ന് പറയുന്നത്. പണിയെടുത്ത് KSRTC ഗവൺമെന്റ് ജോലിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സാലറി പൈസ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഏത് കൊമ്പത്ത് ഇപ്പം നാസയിൽ ആണ് പണി എന്ന് പറഞ്ഞാലും പൈസ അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പലരും ഈ പണി മാറ്റി വെച്ചിട്ട് വേറെ വല്ല പണിക്കും പോയിട്ടൊക്കെയാണ് സാലറി പൈസ കിട്ടാത്തതുകൊണ്ടേ അതിൻ്റെയൊക്കെ ക്യാഷൊക്കെ റോൾ ചെയ്ത് ബാക്കി ആഹാരമൊക്കെ അന്നമൊക്കെ തിന്ന് പോണ്ടേ. അങ്ങനത്തെ ഒരു ദാരിദ്ര്യത്തിന്റെയും കൊടുമയുടെയും ഒരു വലിയൊരു കുഴിക്കകത്തായിരുന്നു KSRTC. ഇങ്ങനത്തെ ഒരു ഇതൊക്കെ പതുക്കെ മുന്നോട്ട് വന്ന് ആ ഒരു ഇതിൽ നിന്നൊക്കെ മാറ്റി നല്ലൊരു പ്രോഫിറ്റിലോട്ട് വരട്ടെ. മറ്റുള്ള സ്റ്റേറ്റുകളെ പോലെ തന്നെ കൊള്ളാം. ഇതൊരു നല്ലൊരു പാതയാണ്, നല്ലൊരു തുടക്കമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇതുപോലത്തെ നല്ല വിഷയങ്ങൾ വരുമ്പം എന്തായാലും റെസ്പോണ്ട് ചെയ്യണം. കാരണം KSRTC നമ്മുടെ ആനവണ്ടി ഇന്നും ഇന്നലെയൊന്നും ഇവിടെ നമ്മൾ കണ്ടു തുടങ്ങിയതല്ലല്ലോ, വർഷങ്ങളായിട്ടുള്ളതാണ്.
അപ്പോൾ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും അതിനനുസരിച്ചുള്ള ബെറ്റർ വേണം. അവർക്കും ഒരു എന്താ പറയുക, പലരും ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥതയോടെ ചെയ്യുമെങ്കിൽ പോലും അവർക്ക് തിരിച്ച് അതിനനുസരിച്ചുള്ള അവർക്ക് വേതനം അവർ എത്രയാണോ അവർക്ക് പറഞ്ഞിട്ടുള്ള ആ ഒരു വേതനം പോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു. അതൊക്കെ ഇനി അങ്ങോട്ട് മാറണം. ഇതേപോലെ ഓരോ ദിവസങ്ങളും പ്രോഫിറ്റ് ഒക്കെ വന്ന് നിങ്ങൾക്ക് നോക്കിയറിയാം. ഈ KSRTC പലപ്പോഴും അതിനകത്ത് കുറേ സംഘടനകളും അതിൻ്റെതായ കുറേ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പല സമയങ്ങളിലും ഇതിനൊരു വിലങ്ങുതടിയായിട്ടാണ് നിൽക്കുന്നത്. KSRTC പലപ്പോഴും നഷ്ടങ്ങളെ കണക്ക് പറയുമ്പോഴും 1-2 പ്രൈവറ്റ് ബസ്സുള്ള മുതലാളിമാർ നല്ല രീതിക്ക് ലാഭം കൊയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കൃത്യമായിട്ടുള്ള ഒരു അച്ചടക്കവും കൃത്യമായിട്ടൊരു പ്ലാനിങ്ങും കൃത്യമായിട്ടുള്ള എന്താ പറയുക ബസ് റൂട്ടുകൾക്കുള്ള ഷെഡ്യൂളിങ്ങും അതൊന്നും ഇല്ലാത്ത അതിനകത്തുണ്ടായിരുന്ന പല പാകപ്പിഴകൾ മൂലമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു നഷ്ടക്കണക്കുകൾ മാത്രം ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നത്. നഷ്ടങ്ങളാണ് ഈ കാലകാലങ്ങളായിട്ട് വന്നിട്ടുള്ളത്. ഈ കളക്ഷൻ വരുന്ന പൈസയൊക്കെ എവിടെ പോകുന്നു? പിന്നെ ഈ ഡീസൽ അടിക്കാൻ മാത്രമേ പിന്നെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ വേണ്ടി മാത്രമേ വരുന്നുള്ളൂ. പിന്നെ പുതിയതായിട്ട് ഓരോരോ പല ബസ്സുകളും ആവശ്യമില്ലാതെ കൊണ്ടുവന്ന് ഇറക്കുന്നു. അത് കൃത്യമായിട്ടുള്ള സർവീസ് നടത്താകുമ്പം ആ ഒരു ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് അതൊരു നഷ്ടമാവുന്നു. അങ്ങനെയൊക്കെ ഇനി പതുക്കെ ഈ ഒരു സംഭവം നമ്മുടെ KSRTC എന്നൊരു സാധനം നല്ലൊരു എന്താ പറയുക പ്രോഫിറ്റിന്റെ ഒരു പാതയിലോട്ട് തന്നെ വരുമെന്ന് നമുക്ക് അനുമാനിക്കാം. അത് ഇനി വരുന്ന സമയത്തൊക്കെ ഇനിയിപ്പം ക്രിസ്മസ്, ശബരിമല സീസൺ അതൊക്കെ ഇനി പതുക്കെ അങ്ങോട്ട് വരുമ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്യും. അതിനകത്തൊക്കെ എന്താ പറയുക ലാഭങ്ങളുടെ കണക്കുകൾ മാത്രം KSRTCയിൽ വന്ന് ഇതൊരു വേറൊരു പുതിയ ഒരു വഴിയിലോട്ട് എന്താ പറയുക വിജയത്തിന്റെ പാതയിലോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇപ്പം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.